ഹലോ എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എടുക്കാൻ പോകുന്നത് കേരളത്തിലെ നിലവിലെ പ്രധാന പദവികളും വ്യക്തികളുമാണ് കേട്ടോ. അതായത് നിലവിലിപ്പോൾ ഓരോ പദവിയിൽ നിൽക്കുന്ന വ്യക്തികൾ ആരൊക്കെയെന്നാണ് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാൻ പോകുന്നത്. കോഡിലൂടെയുള്ള ക്ലാസ്സുകളാണ്, അപ്പോൾ മിസ്സാക്കരുത്, പൂർണ്ണമായിട്ടും കാണാം കേട്ടോ. ഇപ്പോൾ LDC എക്സാമിന് വെയിറ്റ് ചെയ്യുന്ന കുട്ടികൾക്കൊക്കെ ഉപയോഗപ്രദമായിട്ടുള്ള ക്ലാസ്സുകളാണ്. അതുകൊണ്ട് കൃത്യമായിട്ട് കാണാൻ പഠിക്കുക കേട്ടോ. അപ്പൊ ഞാനൊന്ന് വായിക്കാം. കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ്. DGP ഷെയ്ഖ് ദർവേഷ് സാഹിബാണ്. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് മുഹമ്മദ് മുസ്താഖ്. ലോകായുക്ത ജസ്റ്റിസ് സിറിയാക് ജോസഫ്. അഡ്വക്കേറ്റ് ജനറൽ K ഗോപാലകൃഷ്ണൻ കുറിപ്പ്. നിയമ സെക്രട്ടറി KG സനൽകുമാർ. ഓക്കെ, അപ്പൊ ഇനി കണക്ഷൻ പറയാം, ശ്രദ്ധിക്കുക. കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അല്ലെ, അപ്പൊ അത് എല്ലാവർക്കും അറിയുന്നതാണ്. ഓക്കെ, രണ്ടാമത്തത് ഗവർണറാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. 22ാമത് കേരളത്തിലെ ഗവർണറാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. അപ്പൊ ഇത് അറിയുന്നവരായിരിക്കും, അറിയാത്തവർക്ക് വേണ്ടി ഒരു ചെറിയൊരു കണക്ഷൻ പറഞ്ഞുതരാം. ഗവർണർ ആണല്ലേ. ഇപ്പൊ ഗവർണർ, നമുക്ക് ഈ ഗവ മാത്രം എടുത്തു കഴിഞ്ഞാൽ ഒരു ഗവൺമെന്റ് എന്നുള്ള രീതിയിൽ നമുക്ക് എടുത്തൂടെ. ഇപ്പൊ ഗവൺമെന്റ് ആണ് നമുക്ക് അരിയൊക്കെ തരുന്നത് എന്ന് ആലോചിച്ചാൽ മതി. ഗവൺമെന്റ് ആണ് അരിയൊക്കെ തരുന്നത്. അപ്പൊ അരി ആരിഫ് മുഹമ്മദ് ഖാൻ എത്രാമത്തെയാണ്? 2ാമത്തെ, 22ാമത്തെ അല്ലെ, 22ാമത്തെ വ്യക്തിയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. അപ്പൊ ഗവൺമെന്റ് 2 രൂപക്കാണ് അരി തരുന്നത് എന്ന് ആലോചിക്കുക. അപ്പൊ 2, 22 നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അരിയാണല്ലേ, അരി, അരി. അപ്പൊ 2, 22 എന്നുള്ള രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ എന്താണ് പറഞ്ഞത്? ഗവർണർ, കേരളത്തിലെ ഇപ്പോഴത്തെ ഗവർണറാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. നെക്സ്റ്റ് DGP ആണ് ഷെയ്ഖ് ദർവേഷ് സാഹിബ്. DGP എന്താണ്? ഷെയ്ഖ് ദർവേഷ് സാഹിബ്. അപ്പൊ DGP എന്ന് പറയുമ്പോൾ അത്രയും വലിയ പൊസിഷൻ ആണ് അല്ലേ. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ പിന്നെ ഭയങ്കര ഒരു വേഷമൊക്കെ ധരിച്ചിട്ടാണ് വരിക എന്നൊക്കെ ഒന്ന് ആലോചിക്കുക. DGP അല്ലേ, DGP എന്നൊക്കെ പറയുമ്പോൾ അത്രയും വലിയൊരു പൊസിഷൻ ആണല്ലോ. അപ്പം നല്ലൊരു വേഷമൊക്കെ ധരിച്ചിട്ടാണ് ആ വ്യക്തി വരിക എന്നൊക്കെ ഒന്ന് ആലോചിക്കുക കേട്ടോ. DGP അപ്പൊ വേഷമൊക്കെ ധരിച്ചിട്ടാണ്, നല്ല വേഷമൊക്കെ ധരിച്ചിട്ടാണ് വരിക എന്നുള്ള രീതിയിൽ ദർവേഷ് സാഹിബ് എന്നുള്ള രീതിയിൽ ഒന്ന് ആലോചിക്കുക. നെക്സ്റ്റ് ഹൈക്കോടതി. കേരളത്തിലെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ് മുഹമ്മദ് മുസ്താഖ്. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. അപ്പൊ അതെങ്ങനെ ആലോചിക്കാം? ഓക്കെ, അപ്പൊ വ്യക്തിയുടെ പേര് മുഹമ്മദ് മുസ്താഖ് എന്ന് കൂടിയാണ് അല്ലെ. അപ്പൊ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് പറയുമ്പോ ഹൈക്കോടതിയാണല്ലേ, ഹൈ ആണ്, വലുതാണല്ലേ, ഹൈറ്റിലുള്ളതാണെന്ന് വിചാരിക്കുക. അപ്പൊ ഹൈറ്റിലുള്ള എന്തെങ്കിലും ഒരു സാധനം വെച്ചിട്ട് നമ്മൾ എന്താണ് പറയാ? താക്കൂ എന്ന് പറയും അല്ലെ. താക്കൂ, താഴേക്ക് കൊണ്ടുവരും. അപ്പൊ അങ്ങനെ താക്കൂ എന്ന് ഒരു രീതിയിൽ പറയുകയാണെങ്കിൽ നമുക്ക് മുസ്താഖുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? ഹൈക്കോടതിയാണ് പറഞ്ഞത് അല്ലെ. കേരള ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആണ്. ഹൈക്കോടതിയാണ്, ഉയരത്തിലാണ് ഉള്ളത്. അപ്പോൾ ആ വ്യക്തി നമ്മൾ എന്താണ് സാധാരണ പറയാ? ഉയരത്തിലുള്ള ഒരു സാധനം നമ്മൾ താഴേക്ക് കൊണ്ടുവരും, താക്കൂ എന്നൊക്കെ പറയും അല്ലെ. അപ്പൊ താക്ക് അല്ലെ, മുസ്താഖ് എന്നായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. മുഹമ്മദ് മുസ്താഖ്. നെക്സ്റ്റ് ലോകായുക്ത ജസ്റ്റിസ് സിറിയാക് ജോസഫ് ആണ്. ലോകായുക്ത എന്താണ്? ജസ്റ്റിസ് സിറിയാക് ജോസഫ്. അപ്പൊ ലോകത്തോട് മൊത്തം നമ്മൾ സോറി പറഞ്ഞു എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യുക. ലോകത്തോട് മൊത്തം സോറി, സിറിയാക് ജോസഫ്, സിറിയാക് സോറി പറഞ്ഞു എന്നുള്ള രീതിയിൽ ആലോചിച്ച് കഴിഞ്ഞാൽ ജസ്റ്റിസ് സിറിയാക് ജോസഫ് ആയിട്ട് നമുക്ക് കിട്ടും. നെക്സ്റ്റ് ഉപലോകായുക്തയാണ് പറയുന്നത്. ലോകായുക്ത കഴിഞ്ഞ് നെക്സ്റ്റ് ആണ് ഉപലോകായുക്ത. 2 വ്യക്തികളാണുള്ളത്, ബാബു മാത്യു പി ജോസഫ്, അതുപോലെ ഹാറൂൺ അൽ റഷീദ്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. ബാബുവും പിന്നെ ആരാളുള്ളത്? ബാബുവും ഹാറൂണും. നെക്സ്റ്റ് അഡ്വക്കേറ്റ് ജനറൽ ആണ് പറയുന്നത് K ഗോപാലകൃഷ്ണൻ കുറിപ്പ്. അഡ്വക്കേറ്റ് ജനറൽ, കേരളത്തിലെ അഡ്വക്കേറ്റ് ജനറൽ ആണ് K ഗോപാലകൃഷ്ണൻ കുറിപ്പ്. അഡ്വക്കേറ്റുമാരൊക്കെ കറുപ്പ് ഡ്രസ്സ് ഇട്ടിട്ടാണ് വരുക എന്ന് ആലോചിച്ചാൽ മതി. അഡ്വക്കേറ്റ് കറുപ്പ് ഒരു കോട്ടിട്ടിട്ടല്ലേ വരിക. അപ്പൊ കുറുപ്പുമായിട്ട് കണക്ട് ചെയ്യുക. കേരളത്തിന്റെ അഡ്വക്കേറ്റ് ജനറൽ ആണ്. അഡ്വക്കേറ്റൊക്കെ കറുപ്പ് ഡ്രസ്സ് ഇട്ടിട്ടാണ് വരും അല്ലെ, കറുപ്പ് കോട്ട്. അപ്പൊ കുറുപ്പുമായിട്ട് കണക്ട് ചെയ്താൽ കുറുപ്പ്, K ഗോപാലകൃഷ്ണൻ കുറുപ്പുമായിട്ട് നമുക്ക് കിട്ടും. നെക്സ്റ്റ് നിയമ സെക്രട്ടറി ആണ് KG സനൽകുമാർ. നിയമ സെക്രട്ടറി ആരാണ്? KG സനൽകുമാർ. നിയമ സെക്രട്ടറി KG സനൽകുമാർ. ഇതെങ്ങനെ കണക്ട് ചെയ്യാനാണ് പറഞ്ഞുതരാം. നിയമമൊക്കെ LKG മുതൽ ഉണ്ട് എന്ന് വിചാരിക്കുക. അപ്പൊ LKG മുതൽ നിയമമൊക്കെ ഉണ്ടാവുന്നത് നല്ലതാണും കൂടി വിചാരിക്കുക.
LKG മുതൽ നിയമമുണ്ട്, അത് നല്ലതാണെന്നും കൂടി വിചാരിക്കുക. എങ്ങനെയാകുമ്പോൾ നിയമ സെക്രട്ടറി ആരാണ്? KG സനൽകുമാർ. LKG നല്ലതാണ് അല്ലെ, നിയമം LKG മുതൽ ഉണ്ടാവുന്നത് നല്ലതാണ്, സനൽകുമാർ എന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടും. ഒന്നുകൂടി പറയാം, കേരള മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. ഗവർണർ എന്ന് പറയുന്നത് എന്താണ്? ആരിഫ് മുഹമ്മദ് ഖാനാണ്. എന്താണ് പറഞ്ഞത്? ഗവൺമെന്റ് ഒക്കെ അരി തരും, 2 രൂപക്ക് അരി തരും എന്ന് പറഞ്ഞില്ല. അപ്പൊ 22. നെക്സ്റ്റ് DGP ആണ്. DGP ഒക്കെ വലിയ വേഷം ഇട്ടിട്ടാണ് വരിക അല്ലെ. അപ്പൊ ദർവേഷ് സാഹിബ്. ഹൈക്കോടതി, കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ് മുഹമ്മദ് മുസ്താഖ്. ഹൈ ആണ്, ഉയരത്തിലാണ്. അപ്പൊ നമ്മൾ താക്കാൻ പറയും അല്ലെ, താക്ക്, മുസ്താഖ്. ലോകായുക്ത എന്താണ്? ജസ്റ്റിസ് സിറിയാക് ജോസഫ് ആണ് ലോകായുക്ത, ജസ്റ്റിസ് സിറിയാക് ജോസഫ്. അപ്പൊ ലോകം മൊത്തം നമ്മൾ സോറി പറയുന്നതിലേക്ക്, ഇത് കേരളത്തിന്റെ ആണ് ഈ ഭാഗം മൊത്തം ഞാൻ പറയുന്നത്, ശ്രദ്ധിക്കുക. ലോകായുക്ത എന്ന് പറയുന്നത് കേരളത്തിലും ലോകപാൽ എന്ന് പറയുന്നത് ദേശീയ തലത്തിലുമാണ്. ഇപ്പൊ ഇവിടെ നമ്മൾ കേരളത്തിലെ പദവികളെ മാത്രമാണ് പറയുന്നത്. ലോകായുക്ത എന്താണ്? ലോകം മൊത്തം സോറി പറയുന്ന ആലോചിക്കുക, സിറിയാക് ജോസഫ്. ഉപലോകായുക്ത എന്ന് പറഞ്ഞ 2 വ്യക്തികളുണ്ട്, ബാബുവും ഹാറൂണും. നെക്സ്റ്റ് അഡ്വക്കേറ്റ് ജനറൽ ആരാണ്? K ഗോപാലകൃഷ്ണക്കുറുപ്പ്. അഡ്വക്കേറ്റുമാർക്ക് കറുപ്പ് ഡ്രസ്സ് എടുത്തിട്ട് വരുമെന്ന് പറഞ്ഞു. നെക്സ്റ്റ് നിയമ സെക്രട്ടറി ആരാണ്? നിയമമൊക്കെ LKG മുതൽ ഉണ്ടാവുന്നത് നല്ലതാണ്, LKG KG സനൽകുമാർ. നെക്സ്റ്റ് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ അലക്സാണ്ടർ തോമസ്. സ്ഥിരം ചോദിക്കുന്ന ചോദ്യമാണ്. മനുഷ്യാവകാശ കമ്മീഷനും വിവരാവകാശ കമ്മീഷനും രണ്ടും പഠിക്കേണ്ടതുണ്ട്. മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനാണ് അലക്സാണ്ടർ തോമസ്. അതെങ്ങനെ ആലോചിക്കാം? അലക്സാണ്ടർ തോമസ് ആണ് അല്ലെ. അപ്പൊ തോമസ് എന്നുള്ളത് ഞാൻ തോമയാണ് എടുത്തത്. തോമ, നമ്മളെ സൗണ്ട് തോമ, ദിലീപിന്റെ സിനിമയില്ലേ, അപ്പൊ ആ സൗണ്ട് തോമയിലെ തോമയൊക്കെ മനുഷ്യനാണ്, അവനും അവകാശം ഉണ്ട് എന്നൊക്കെ രീതിയിൽ ആലോചിക്കാം. തോമ മനുഷ്യനാണ്. മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ തോമസ്, അലക്സാണ്ടർ തോമസ്. നെക്സ്റ്റ് വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആണ് സതീദേവി. അതുപോലെ വനിതാ വികസന കോർപ്പറേഷൻ ചെയർമാൻ KC റോസക്കുട്ടിയാണ് അല്ലെ. അപ്പൊ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് സതീദേവിയാണ്. ഒരു പെണ്ണിന്റെ പേരാണ് അല്ലെ, സതീദേവി. വനിത, അപ്പൊ എന്താണ് പറഞ്ഞത്? വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് സതീദേവിയാണ് അല്ലെ. അപ്പൊ വനിത സതീദേവി ആയിട്ടൊന്ന് ചിന്തിച്ചു വയ്ക്കുക. എന്നാൽ നമുക്ക് മാറിപ്പോകുന്ന ഒരു കാര്യമുണ്ട്, വനിതാ വികസന കോർപ്പറേഷന്റെ ചെയർമാൻ. ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നതാണ്, ശ്രദ്ധിക്കുക. ഇത് വനിതാ വികസന കോർപ്പറേഷൻ ആണ്. അപ്പൊ വനിതയൊക്കെ വികസിക്കുന്നത് എപ്പോഴാണ്? ഒരു വയറ്റിലൊക്കെ ഒരു കുട്ടി ഉള്ളപ്പോഴാണ് വനിതയൊക്കെ വികസിക്കുക എന്ന് ആലോചിക്കുക. അപ്പൊ കുട്ടി, റോസക്കുട്ടി എന്നുള്ള രീതിയിൽ ആലോചിക്കുക കേട്ടോ. അപ്പൊ അത് രണ്ടും മാറിപ്പോകരുത്. വനിതാ കമ്മീഷന്റെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് സതീദേവിയാണ്. വനിത, ഒരു ദേവീനെ പോലെയാണ് വനിത എന്നൊക്കെ ഒന്ന് ആലോചിച്ച് വെക്കുക. നെക്സ്റ്റ് വനിതാ വികസനം അല്ലെ, വികസിക്കുന്നത്. വനിതാ വികസന കോർപ്പറേഷൻ ചെയർമാൻ എന്ന് പറയുമ്പോൾ വനിത വികസിക്കുന്നത് എപ്പോഴാണ്? വയറ്റിലൊക്കെ കുട്ടി ഉള്ളപ്പോഴാണെന്ന് ആലോചിക്കുക. KC റോസക്കുട്ടി. മറക്കരുത്, മാറിപ്പോകരുത് കേട്ടോ. നെക്സ്റ്റ് ബാലാവകാശ കമ്മീഷന്റെ ചെയർമാൻ എന്ന് പറയുന്നത് KV മനോജ് കുമാർ ആണ്. ബാലാവകാശ കമ്മീഷന്റെ ചെയർമാൻ എന്ന് പറയുന്നത് KV മനോജ് കുമാർ. അതെങ്ങനെ ആലോചിക്കും? നമ്മൾ ഈ ബാലന്മാരെയൊക്കെ മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ. അപ്പൊ ബാലന്മാരെ മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നുള്ള രീതിയിൽ ആലോചിച്ചാൽ മതി. ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ബാലന്മാരെ മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. മനോജ് കുമാർ, KV മനോജ് കുമാർ. നെക്സ്റ്റ് യുവജന കമ്മീഷൻ അധ്യക്ഷൻ ആരാണ്? M ഷാജർ ആണ്. യുവജന കമ്മീഷൻ അധ്യക്ഷൻ ആരാണ്? M ഷാജർ. അതെങ്ങനെ ആലോചിക്കും? ഞാൻ ആലോചിച്ചിട്ടുള്ളത് നമ്മളെ ഷാജി പാപ്പനല്ലേ, ഷാജി പാപ്പൻ നമ്മളെ സിനിമയിലത്തെ. അപ്പോൾ അതിലെ ആട് സിനിമയിലെ ഷാജി പാപ്പനാണ് ഉദ്ദേശിച്ചത്. അപ്പൊ ഈ ഷാജി പാപ്പനൊക്കെ ഭയങ്കര യുവാവാണ്, ഒരു യുവജനമാണ്. നമ്മുടെ ഷാജി പാപ്പൻ ഒരു യുവാവാണെന്ന് ചിന്തിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ യുവജന കമ്മീഷന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ആരാണ്? നമ്മുടെ ഷാജി പാപ്പനാണല്ലേ, ഷാജർ, M ഷാജർ. നെക്സ്റ്റ് പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ ആരാണ്? BS മാവോജി. പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ BS മാവോജി. ഓക്കെ, അപ്പൊ ഇതില് ഞാൻ ഉദ്ദേശിച്ചത് പട്ടികജാതിക്കാരും പട്ടികവർഗക്കാരൊക്കെ ഉണ്ടാവുന്നത് എവിടെയാണ്? മാവിലാണെന്ന് ആലോചിക്കുക.
മാവിലല്ല, മാവിന്റെ കീഴിലാണ് നിൽക്കുക. നമുക്കൊന്ന് ചുമ്മാ ആലോചിക്കുക കേട്ടോ. മാവിന്റെ കീഴിൽ മാവ്, മാവോജി എന്നുള്ള രീതിയിൽ ഒന്ന് എടുക്കുക കേട്ടോ. പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ഒരു മാവുമായിട്ട് കണക്ട് ചെയ്യുക, BS മാവോജി. ഓക്കെ, ഇവരൊക്കെ ഉണ്ടാവുന്നത് മാവിന്റെ കീഴിലാണ്, മാവൊക്കെ വളർത്തുന്നവരാണോ എന്നൊക്കെ ചിന്തിക്കുക. അല്ലെങ്കിൽ പട്ടികജാതി എന്ന് പറയുമ്പോൾ ജാതി മരല്ലേ, അതുപോലെ മാവ് ഒരു മരമാണല്ലോ, ആ രീതിയിൽ ഒന്ന് ചിന്തിച്ചു വെക്കുക കേട്ടോ. നെക്സ്റ്റ്, പിന്നോക്ക വിഭാഗ കമ്മീഷന്റെ ചെയർമാൻ ആണ്. പിന്നോക്ക വിഭാഗ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? ജസ്റ്റിസ് G ശശിധരൻ. ഒന്ന് ആലോചിച്ച് വെക്കുക. പിന്നോക്ക വിഭാഗ കമ്മീഷന്റെ ചെയർമാൻ ആണല്ലേ, പിന്നോക്ക വിഭാഗ കമ്മീഷന്റെ ചെയർമാൻ എന്ന് പറയുന്നത് ജസ്റ്റിസ് G ശശിധരൻ. നെക്സ്റ്റ്, വിജിലൻസ് കമ്മീഷൻ ഡയറക്ടർ ആരാണ്? TK വിനോദ് കുമാർ ആണ്. വിജിലൻസ് കമ്മീഷൻ ഡയറക്ടർ ആരാണ്? TK വിനോദ് കുമാർ. അതെങ്ങനെ ആലോചിക്കാം? വിജിയും വിനോദും എന്നൊക്കെ ഒന്ന് ആലോചിക്കാം. വിജി വിനോദ്, വിജിലൻസ്, വിജി, ആ വിജിയാണ് ഞാൻ എടുത്തത്. വിജിലൻസ് കമ്മീഷൻ ഡയറക്ടർ ആരാണ്? TK വിനോദ് കുമാർ. വിജിയും വിനോദും എന്നുള്ള രീതിയിൽ എടുക്കാം. നെക്സ്റ്റ്, കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ ചെയർമാൻ ആരാണ്? CK അബ്ദുൾ റഹീം. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് CK അബ്ദുൾ റഹീം. അതൊന്ന് ഓർത്ത് വെക്കുക നിങ്ങൾ. അബ്ദുൾ റഹീം അല്ലെ, കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് CK അബ്ദുൾ റഹീം ആണ്. CK അബ്ദുൾ റഹീം. അപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞത്? മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ പറഞ്ഞു. ആരാണ്? നമ്മുടെ സൗണ്ട് തോമയാണ് അല്ലെ, മനുഷ്യൻ ആണ് അവകാശങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അലക്സാണ്ടർ തോമസ്. അല്ലെങ്കിൽ മനുഷ്യൻ അലക്കുന്നൊക്കെ ഒന്ന് ആലോചിച്ചാൽ മതി. നെക്സ്റ്റ്, വനിതാ കമ്മീഷന്റെ ചെയർപേഴ്സൺ എന്താണ്? വനിതാ ദേവിയാണ്, സതീദേവി. വനിതാ വികസന കോർപ്പറേഷൻ, വികസനം എന്ന് പറയുമ്പോൾ അവിടെ കുട്ടി വന്നു, റോസക്കുട്ടിയാണ്. ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ എന്താണ്? ബാലന്മാരൊക്കെ മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, KV മനോജ് കുമാർ. യുവജന കമ്മീഷൻ അധ്യക്ഷനാരാണ്? യുവജനം അല്ലെ, ഷാജി. യുവാവ് ഷാജി പവനൊക്കെ യുവാവാണെന്ന് വിചാരിക്കുക. പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ എന്താണ്? മാവോജി അല്ലെ, പട്ടികജാതി ജാതി മരം പോലെ എന്താണ്, ഒരു മാവ് മരം ഉണ്ടെന്ന് ആലോചിക്കാം. പിന്നോക്ക വിഭാഗ കമ്മീഷന്റെ ചെയർമാൻ പിന്നിൽ നോക്കുമ്പോൾ ഒരു ശശിനെയാണ് കണ്ടതെന്ന് ആലോചിക്കുക, ശശിധരൻ. വിജിലൻസ് കമ്മീഷൻ ഡയറക്ടർ ആരാണ്? വിനോദ് കുമാർ ആണ്. വിജിയും വിനോദും. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ ചെയർമാൻ ആരാണ്? CK അബ്ദുൾ റഹീം ആണ്. നെക്സ്റ്റ്, ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ ചെയർമാൻ TK ജോസ് ആണ്. TK ജോസ്. ഒന്ന് ആലോചിച്ച് വെച്ചാൽ മതി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഓംബുഡ്സ്മാൻ ആരാണ്? കേരള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഓംബുഡ്സ്മാൻ ആണ് PS ഗോപിനാഥ്. തദ്ദേശ സ്വയംഭരണം അല്ലെ, സ്വയമായിട്ടെല്ലാം ചെയ്യുന്ന ആൾക്കാർ നാഥനായിരിക്കില്ലേ, വീട്ടിന്റെ നാഥൻ എന്നൊക്കെ പറയില്ലേ, വീട്ടിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കുടുംബനാഥനായിരിക്കും. അതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഓംബുഡ്സ്മാൻ, തദ്ദേശ സ്വയംഭരണം എല്ലാം സ്വയം ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ നാഥൻ എന്ന് പറയാം അല്ലെ. അപ്പൊ ഗോപിനാഥൻ. കേരള നിയമസഭ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? സണ്ണി ജോസഫ്. കേരള നിയമസഭ പബ്ലിക് അക്കൗണ്ട്സ് അല്ലെ, പബ്ലിക് അക്കൗണ്ട്സ് ഒക്കെ കൈകാര്യം ചെയ്യുന്നത് സണ്ണിയാണെന്ന് ആലോചിക്കുക. സണ്ണി ഡോക്ടർ സണ്ണി ഒക്കെ ഇല്ലേ. അപ്പോൾ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? സണ്ണി ജോസഫ്. അല്ലെങ്കിൽ എന്താണ്? പബ്ലിക് അക്കൗണ്ട്സ് ആണല്ലേ. അപ്പൊ പബ്ലിക്കിന്റെ അക്കൗണ്ട്സ് ഒക്കെ നമ്മൾ സേഫ് ആയിട്ട് നോക്കി നടത്തണം അല്ലെ, സേഫ് ആയിട്ട് നോക്കി നടത്തണം. അപ്പൊ സേഫ് എന്നുള്ള രീതിയിൽ ജോസഫ്, സേഫ് പബ്ലിക് അക്കൗണ്ട്സ് ഒക്കെ സേഫ് ആയിട്ട് വെക്കണം. അപ്പൊ സേഫ് എന്നുള്ള രീതിയിൽ ജോസഫ് എടുക്കാൻ പറ്റും. നെക്സ്റ്റ്, കേരള ബാങ്കിന്റെ പ്രസിഡന്റ് ഗോപി കോട്ടമുറിക്കലാണല്ലേ. കേരള ബാങ്കിന്റെ പ്രസിഡന്റ് ഇരിക്കുന്നത് ഒരു മുറിയിലാണെന്ന് ആലോചിച്ചാൽ മതി. കേരള ബാങ്കിന്റെ പ്രസിഡന്റ് ഉള്ളത് ഒരു മുറിയിലാണ്, കോട്ടമുറിക്കലാണ്. നെക്സ്റ്റ്, കേരള ബാങ്ക് വൈസ് പ്രസിഡന്റ് MK കണ്ണനാണ്. ഇതൊന്നും വലിയ ചാൻസ് ഇല്ല ചോദിക്കാൻ, ഞാൻ ഇട്ടേ ഉള്ളൂ. പ്രസിഡന്റ് മസ്റ്റ് ആയിട്ട് പഠിക്കുക. കേരള ബാങ്കിന്റെ പ്രസിഡന്റ് ഒരു മുറിയിലാണ് ഇരിക്കുന്നത്, ഗോപി കോട്ടമുറിക്കൽ. നെക്സ്റ്റ്, കേരള ബാങ്കിന്റെ ചെയർമാൻ ആരാണ്? V രവീന്ദ്രൻ. ഓക്കെ, കേരള ബാങ്കിന്റെ CEO ആരാണ്? ജ്യോതി M ചാക്കോ. CEO. ഓക്കെ, കേരള ബാങ്കിന്റെ CEO ആണ് ജ്യോതി M ചാക്കോ. ഓക്കെ,
ഒക്കെ ജോറാണെന്നൊക്കെ ഒന്ന് ആലോചിക്കുക കേട്ടോ. CEO മൂന്നക്ഷരം ഉണ്ടല്ലോ, CEO മൂന്നക്ഷരം ഉണ്ടല്ലോ, അതുകൊണ്ട് ഭയങ്കര ജോറാണെന്നൊക്കെ ഒന്ന് ആലോചിക്കുക കേട്ടോ. അപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞത്? ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷന്റെ ചെയർമാൻ TK ജോസ് ആണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഓംബുഡ്സ്മാൻ PS ഗോപിനാഥൻ അല്ലെ, സ്വയം ഭരണമെങ്കിലും സ്വയം ഏറ്റെടുത്ത് ചെയ്യുന്നവർ നാഥനാണെന്ന് പറഞ്ഞു. കേരള നിയമസഭ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാൻ. പബ്ലിക് അക്കൗണ്ട്സ് ഒക്കെ നമ്മൾ സേഫ് ആയിട്ട് ചെയ്യണം, സേഫ് ആയിട്ട് വയ്ക്കണം. നെക്സ്റ്റ് കേരള ബാങ്കിന്റെ പ്രസിഡന്റ് ഗോപി കോട്ടമുറിക്കലാണ്. പ്രസിഡന്റിന് ഒരു മൂവിയാണ് ഉള്ളതെന്ന് ആലോചിക്കുക. നെക്സ്റ്റ് കേരള ബാങ്കിന്റെ CEO ആരാണ്? CEO എന്താണ്, ജോറായിട്ടുള്ള ഒരു വ്യക്തിയാണ്, ജോർട്ടി M ചാക്കോ. നെക്സ്റ്റ് കേരള ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ രഞ്ജിത്ത് ബാലകൃഷ്ണൻ. ഓക്കെ, കേരള ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനാണ് രഞ്ജിത്ത് ബാലകൃഷ്ണൻ. ഓക്കെ, അപ്പൊ ചിത്രമൊക്കെ വരയ്ക്കുന്നത് ഒരു ബാലനാണ്, ഒരു കൃഷ്ണന്റെ ചിത്രമാണ് വരയ്ക്കുന്നതെന്ന് ആലോചിച്ചാൽ മതി. ചിത്രം വരയ്ക്കുന്നത് ഒരു ബാലനാണ്, കൃഷ്ണന്റെ ചിത്രമാണ് വരച്ചത് എന്നൊക്കെ ഒന്ന് ആലോചിച്ച് വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ആരാണ്? രഞ്ജിത്ത് ബാലകൃഷ്ണൻ നമുക്ക് കിട്ടും. നെക്സ്റ്റ് കേരളത്തിന്റെ സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ ചെയർമാൻ ആരെയാണ് ചോദിക്കുന്നത്. ഓക്കെ, എന്താണ് കേരളത്തിന്റെ സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ ചെയർമാൻ ഷാജി N കരുണാണ്. ഷാജി N കരുണ. ഓക്കെ, നമുക്ക് വികസിക്കുന്നത് എന്താണ്? കരുണയൊക്കെ നമ്മൾ വികസിച്ച് വരുന്ന ആലോചിക്കുക. കരുണ ഇല്ലേ, നമ്മുടെ കരുണയൊക്കെ നമുക്ക് മറ്റുള്ളവരുടെ കരുണയൊക്കെ തോന്നി അങ്ങ് വികസിച്ച് വരുന്നതൊക്കെ ഒന്ന് ആലോചിക്കുക. രണ്ടും മാറിപ്പോകരുത്. കേരള ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനാണ് എന്താണ് ചിത്രം വരയ്ക്കുന്നത് ബാലനാണ്, കൃഷ്ണന്റെ ചിത്രം വരയ്ക്കും. കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ ചെയർമാൻ എന്താണ്? ആരാണ് പറഞ്ഞത്? ചലച്ചിത്ര വികസന കോർപ്പറേഷൻ അല്ലെ, കരുണ. ഓക്കെ, ഇങ്ങനെ വികസിച്ച് വരുന്നൊക്കെ ഒന്ന് ചിന്തിച്ചു വയ്ക്കുക. നെക്സ്റ്റ് കേരളം സാംസ്കാരിക പ്രവർത്തക ക്ഷേമനിധി ബോർഡ് ചെയർമാൻ. കേരളത്തിന്റെ സാംസ്കാരിക പ്രവർത്തക ക്ഷേമനിധി ബോർഡ് എന്താണ്? ചെയർമാൻ മധുപാലാണ്, മധുപാല്. ഓക്കെ, നമുക്ക് നമ്മുടെ ക്ഷേമകാലത്തൊക്കെയാണ് നമ്മൾ പാല് കുടിക്കാമെന്ന് ആലോചിക്കുക. ഓക്കെ, ക്ഷേമകാലത്താണ് നമ്മൾ പാലൊക്കെ കുടിക്കുക. അങ്ങനെ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് മധുപാലുമായിട്ട് കണക്ഷൻ കിട്ടും. കേരള സാംസ്കാരിക പ്രവർത്തക ക്ഷേമനിധി ബോർഡ് ചെയർമാൻ. ക്ഷേമകാലത്തായിരിക്കും നമ്മൾ പാലൊക്കെ കുടിക്കാൻ ആലോചിക്കുക. പാല് കുടിക്കുക, മധു ഒക്കെ കുടിക്കുക എന്നൊക്കെ ഒന്ന് ചുമ്മാ ആലോചിക്കുക. നെക്സ്റ്റ് കേരള സാഹിത്യ അക്കാദമി ചെയർമാൻ ആരാണ്? K സച്ചിദാനന്ദൻ. കേരള സാഹിത്യ അക്കാദമി ചെയർമാൻ അല്ലെ. സാഹിത്യം എന്ന് പറയുമ്പോൾ സാഹിത്യ പുസ്തകങ്ങളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആനന്ദം വരുന്ന ആലോചിക്കുക. പിന്നെ ഇവിടെ കേരളത്തിന്റെയാണ് പറയുന്നത്, അതുകൊണ്ട് K എന്ന് കൂടി ആലോചിക്കണം. കാരണം K സച്ചിദാനന്ദനും P സച്ചിദാനന്ദനും ഉണ്ട്, മാറിപ്പോകരുത്. PC എന്തായാലും രണ്ട് പേരും കൊടുക്കുന്നതായിരിക്കും, അതുകൊണ്ട് K ആണ്. കേരളത്തിന്റെ കാര്യമാണല്ലോ പറയുന്നത്, അപ്പൊ K ആണെന്ന് ആലോചിക്കുക. K സച്ചിദാനന്ദൻ സാഹിത്യമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ആനന്ദമായിരിക്കും ആലോചിക്കുക. നെക്സ്റ്റ് കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ. സംഗീതം, നാടകം അല്ലെ, നാടകമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മട്ടൻ കൂട്ടി ചോറണമെന്ന് ആലോചിക്കുക. ഇപ്പൊ നാടകമൊക്കെ കഴിയുമ്പോൾ രാത്രിയാവുമല്ലോ, അത് കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ മട്ടനാണ് തിന്നാന്നൊക്കെ ഒന്ന് ആലോചിക്കുക. മട്ടന്നൂർ ശങ്കരൻകുട്ടി. കേരള സംഗീത നാടക അക്കാദമിയുടെ ചെയർമാനാണ് മട്ടന്നൂർ ശങ്കരൻകുട്ടി. നെക്സ്റ്റ് കേരളത്തിന്റെ ഫോക്കുലർ അക്കാദമി ചെയർമാൻ OS ഉണ്ണികൃഷ്ണൻ. ഫോക്കുലർ ഒക്കെ, ഫോക്ക് എന്ന് പറയുമ്പോൾ ഞാൻ ഫ്രോക്ക് ആയിട്ടാണ് എടുത്തത് കേട്ടോ. ഫ്രോക്ക് ഒക്കെ ഇട്ട് ഡാൻസ് കളിക്കുന്നത് എന്താണ്? ഒരു ഉണ്ണികൃഷ്ണനാണെന്ന് ആലോചിക്കുക. ഉണ്ണികൃഷ്ണൻ ഒക്കെ ഒരു കുഞ്ഞ് ഉണ്ണികൃഷ്ണനാണെന്ന് ആലോചിച്ചാൽ മതി. ഫ്രോക്ക് ഒക്കെ ഇട്ട് ഡാൻസ് കളിക്കുന്ന കേരള ഫോക്കുലർ എന്താണ് അക്കാദമി ചെയർമാൻ. ഫ്രോക്ക് ഒക്കെ ഇട്ട് ഡാൻസ് കളിക്കുന്നത് ഉണ്ണികൃഷ്ണനാണോ എന്ന് ആലോചിക്കുക. നെക്സ്റ്റ് കേരളം ലളിതകലാ അക്കാദമി ചെയർമാൻ മുരളി ചീരോത്താണ്. കേരളം ലളിതകലാ അക്കാദമി ചെയർമാൻ. ഓക്കെ, നമ്മൾ ലളിതമായിട്ട് വീട്ടിൽ കറി ഉണ്ടാക്കും അല്ലെ, ചീരക്കറിയൊക്കെ ഉണ്ടാക്കും എന്ന് ആലോചിക്കുക. ലളിതം അല്ലെങ്കിൽ ഇങ്ങനെ ആലോചിക്കാം, ലളിതം മുരളി, ലാ ഉണ്ട് അല്ലെ, ലളിതം മുരളി. അല്ലെങ്കിലോ ലളിതമായിട്ട് നമ്മൾ വീട്ടിലൊക്കെ ചീരക്കറി ഉണ്ടാക്കുന്നൊക്കെ ഒന്ന് ആലോചിച്ച് വയ്ക്കുക. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞത്? കേരളത്തിന്റെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ. ചിത്രം വരയ്ക്കുന്നത് ആരെയാണ്? ഒരു ബാലൻ, കൃഷ്ണന്റെ ചിത്രമാണ് വരയ്ക്കുന്നത് എന്ന് ആലോചിക്കാം. കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ ചെയർമാൻ എന്ന് പറയുന്നത് ഷാജി N കരുണ ആണ്.
കേരളം സാംസ്കാരിക പ്രവർത്തക, കേരളത്തിന്റെ സാംസ്കാരിക പ്രവർത്തക ക്ഷേമനിധിയാണ് ക്ഷേമനിധി ബോർഡ് ചെയർമാൻ. ക്ഷേമകാലത്തായിരിക്കും നമ്മൾ മധുവും പാലും ഒക്കെ കഴിക്കുന്നത്. കേരള സാഹിത്യ അക്കാദമി ചെയർമാനാണ് കെ സച്ചിദാനന്ദൻ. സാഹിത്യം ആനന്ദം വരും അല്ലെ, അപ്പൊ കേരളത്തിലായതുകൊണ്ട് കെ സച്ചിദാനന്ദൻ. കേരള സംഗീത നാടക അക്കാദമി ചെയർമാനാണ്. സംഗീത നാടകമൊക്കെ കഴിയുമ്പോൾ രാത്രിയാവും, നമ്മൾ മട്ടനും കൂടി ചോറൊക്കെ കൊണ്ടിട്ടാണ് വീട്ടിൽ പോകാൻ ആലോചിക്കുക. മട്ടന്നൂർ ശങ്കരൻകുട്ടി. കേരള ഫോക്കുലർ അക്കാദമി ചെയർമാൻ. ഫ്രോക്ക് ഡാൻസ് ഒക്കെ കളിക്കുന്നത് ഉണ്ണികൃഷ്ണനാണ്. ഫ്രോക്ക് ഒക്കെ ഇട്ട് വരുന്നത് ഉണ്ണികൃഷ്ണനാണെന്ന് ആലോചിക്കുക. കേരള ലളിതകലാ അക്കാദമി ചെയർമാൻ ലളിതം അല്ലെ, മുരളി. അല്ലെങ്കിൽ എന്താണ്, ലളിതമായിട്ടുള്ള കറിയാണ് ചീരക്കറി എന്നൊക്കെ ഒന്ന് ആലോചിക്കുക. ഓക്കെ, നെക്സ്റ്റ് കേരള സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ഷറഫ് അലി. കേരള സ്പോർട്സ് കൗൺസിലിന്റെ പ്രസിഡന്റ് ആണ് അല്ലെ. ഇപ്പൊ ഈ സ്പോർട്സ് ഐറ്റംസ് ഒക്കെ നമ്മൾ ഒരു ഭാഗത്ത് കൂട്ടി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ എലിയൊക്കെ വരുന്ന ആലോചിക്കുക. എലി, അപ്പം നമുക്കൊരു അറപ്പൊക്കെ തോന്നും. ഓക്കെ, അങ്ങനെയൊക്കെ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഷറഫ് അലി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. കേരള സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ആണ് പറയുന്നത്. സ്പോർട്സ് സാധനങ്ങളൊക്കെ നമ്മൾ ഒരുപാട് കൂട്ടി വെച്ച് കഴിഞ്ഞാൽ അല്ലെ, നമ്മൾ വീട്ടിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കുട്ടികളൊക്കെ കളിക്കാൻ പോയിട്ട് ഷൂ ഒക്കെ ഇങ്ങനെ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ അതിലൊക്കെ എന്തുണ്ടാവും, എലിയും മറ്റു കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു അറപ്പായിരിക്കും തൊടാൻ അല്ലേ. അപ്പൊ അങ്ങനെ ഒന്ന് ആലോചിക്കുക. സ്പോർട്സ് അല്ലെ, സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ആണ് ഷറഫ് അലി. നെക്സ്റ്റ് സാക്ഷരതാ മിഷൻ അതോറിറ്റി ഡയറക്ടർ ആണ് AG ഒലീന. സാക്ഷരതാ മിഷൻ അതോറിറ്റി ഡയറക്ടർ AG ഒലീന. ഓക്കെ, അപ്പൊ ഇതെങ്ങനെ ആലോചിക്കാം? സാക്ഷരത മിഷൻ ആണ് പറഞ്ഞത് അല്ലെ. മിഷൻ എന്നുള്ളത് ഞാൻ ഒരു മിഷൻ ആയിട്ടാണ് എടുക്കുന്നത്. സാക്ഷരതയ്ക്ക് നോക്കുന്ന ഒരു മിഷൻ, ഒരു ഉപകരണമായിട്ട്. അപ്പൊ ഈ മിഷൻ പുതിയ മിഷൻ ആയതുകൊണ്ട് ഭയങ്കരമായിട്ട് ഒളിയുന്നുണ്ടെന്ന് ആലോചിക്കുക. ഓക്കെ, ഒളിയുന്നുണ്ട്, മിന്നുന്നുണ്ട് എന്നൊക്കെ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഒളിയുന്നുണ്ട്, ഒലീനയായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ മിഷനിൽ നമ്മൾ ഓയിലൊക്കെ ചേർക്കാറില്ല അതിന്റെ ഒരു നല്ലൊരു പ്രവർത്തനത്തിന് വേണ്ടി. അപ്പൊ അങ്ങനെ ഓയിലൊക്കെ ചേർക്കുന്ന അങ്ങനെ ഒരു മിഷൻ ആണോ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒലീനയായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. എന്താണ്? സാക്ഷരതാ മിഷൻ അതോറിറ്റിയുടെ ഡയറക്ടർ ആണ് പറയുന്നത് മിഷനിൽ അല്ലെ, മിഷൻ. അപ്പൊ ഒലീന. കേരള റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ആണ് ടിങ്കു ബിസ്വാൾ. കേരള റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ആണ് ടിങ്കു ബിസ്വാൾ. കേരള റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി. ഇതെങ്ങനെ ആലോചിക്കാം? ഞാൻ ഈ റവന്യൂ എടുത്തത് റവയായിട്ടാണ് കേട്ടോ. റവയില് നമ്മൾ കഴിക്കുന്ന റവ. അപ്പൊ ഈ റവയൊക്കെ വിൽക്കാൻ ബസ്സിലൊക്കെ വരാറുണ്ടെന്ന് ആലോചിക്കുക. റവ വിൽക്കാൻ ബസ്സിലൊക്കെ ഇങ്ങനെ വിൽക്കുന്ന ആൾക്കാർ വരാറുണ്ടല്ലോ, അതുപോലെ റവയൊക്കെ വിൽക്കുന്നുണ്ടെന്ന് ആലോചിക്കുക. അപ്പൊ റവയും ബസ്സും ബിസ്വാളുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. എന്താണ് ക്വസ്റ്റ്യൻ? എന്താണ്? കേരള റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ആരാണ്? ടിങ്കു ബിസ്വാൾ. റവയൊക്കെ എന്താണ് പറഞ്ഞത്? ബസ്സിലൊക്കെ വിൽക്കാൻ വരുന്നുണ്ടെന്ന് ആലോചിക്കുക. നെക്സ്റ്റ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ ആണ് മുഖ്യമന്ത്രി അല്ലെ. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ ആണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. നെക്സ്റ്റ് KSRTCയുടെ MD ആരായിരുന്നു? PS പ്രമോദ് ശങ്കർ. ഒന്ന് ആലോചിച്ച് വയ്ക്കാം. അതുപോലെ KSFEയുടെ ചെയർമാൻ ആരാണ്? വരദരാജനാണ്. KSFEയുടെ ചെയർമാൻ വരദരാജൻ. കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ CEO അനൂപ് അംബിക. സ്റ്റാർട്ടപ്പ് അല്ലെ, സ്റ്റാർട്ടപ്പ് മിഷന്റെ CEO ആണ് അനൂപ് അംബിക. കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ CEO ആണ് അനൂപ് അംബിക. നെക്സ്റ്റ് കൊച്ചി മെട്രോയുടെ MD ലോക്നാഥ് ബെഹ്റ. കൊച്ചി മെട്രോയുടെ MD എന്താണ്? MD. ഓക്കെ, MD ആണ് ലോക്നാഥ് ബെഹ്റ അല്ലെ. കൊച്ചൊക്കെ ബഹളം വെക്കുന്നുണ്ടെന്നൊക്കെ ഒന്ന് ആലോചിക്കുക കേട്ടോ. കൊച്ചൊക്കെ ബഹളം വെക്കുക. അപ്പൊ ബഹളം എന്നുള്ള രീതിയിൽ ഒന്ന് അങ്ങനെ എന്തെങ്കിലും കണക്ട് ചെയ്താൽ മതി. നെക്സ്റ്റ് കൊച്ചി മെട്രോയുടെ ചെയർമാൻ ആണ് അനുരാഗ് ജെയിൻ. ചെയർമാൻ. ഓക്കെ, ഒരു കൊച്ച് ചെയറിലിരുന്നിട്ട് രാഗം കേൾക്കുന്നു എന്നൊക്കെ ഒന്ന് ആലോചിച്ച് വെച്ചാൽ മതി. ഒരു കൊച്ച് ചെയറിലിരുന്നിട്ട് രാഗം അല്ലെ, ഗാനം കേൾക്കുക, രാഗം കേൾക്കുന്നുണ്ട് എന്നൊക്കെ ഒന്ന് പറഞ്ഞ് ആലോചിച്ചാൽ മതി. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യൂ. ഒരു കൊച്ച് ഒരു ചെയറിലിരിക്കുന്നു, എന്നിട്ട് രാഗം മറ്റേ ഗാനമൊക്കെ കേൾക്കുന്നു എന്നുള്ള രീതിയിൽ രാഗം കേൾക്കുന്നു എന്ന് ചുമ്മാ ഒന്ന് ചിന്തിച്ച് നോക്കുക. അപ്പൊ അനുരാഗ് ജെയിനുമായിട്ട് കണക്ഷൻ കിട്ടും. ചെയർമാൻ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് ആദ്യം എന്താണ് പറഞ്ഞത്? MD ആണ് പറഞ്ഞത്. കൊച്ചി മെട്രോയുടെ MD എന്താണ്? ലോക്നാഥ് ബെഹ്റ. അതെന്താണ്? കൊച്ചി ഭയങ്കര ബഹളമായിരുന്നു എന്നൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കുക. അതിനുശേഷം കൊച്ചിനെ ചെയറിലിരുത്തിയിട്ട് ഒരു പാട്ടൊക്കെ പാടുമ്പോൾ ഭയങ്കര കൂളായിട്ട് അനുരാഗ് ജെയിൻ ആലോചിക്കുക.
ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞത്? കേരള സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് എന്ന് പറയുന്നത് സ്പോർട്സ് ഐറ്റംസ് ഒക്കെ മൂലക്ക് കൂട്ടി ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര അറപ്പായിരിക്കും, എലിയൊക്കെ വരുന്നു പറഞ്ഞല്ലേ. ഷറഫ് അലി. സാക്ഷരതാ മിഷൻ അതോറിറ്റി ഡയറക്ടർ ആരാണ്? സാക്ഷരതാ മിഷൻ അതോറിറ്റി ഡയറക്ടർ അല്ലെ, സാക്ഷരതാ മിഷൻ ആണെന്ന് പറഞ്ഞല്ലേ. മിഷൻ ഓയിലൊക്കെ ഒഴിക്കുന്ന മിഷനാണ്, ഒളിയുന്ന മിഷനാണെന്നൊക്കെ പറഞ്ഞു. കേരള റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ആണ് റവ അല്ലെ, റവ ബസ്സിലേക്ക് വിളിക്കാൻ വരും, ടിങ്കു ബിസ്വാൾ. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാനാണ് നമ്മുടെ പിണറായി വിജയനായിട്ടുള്ള മുഖ്യമന്ത്രി. KSRTCയുടെ MD PS പ്രമോജ് ശങ്കർ. KSEBയുടെ ചെയർമാൻ K വരദരാജൻ. KSFEയുടെ ചെയർമാൻ ആരാണ്? K വരദരാജൻ. കേരള സ്റ്റാർട്ടപ്പ് മിഷൻ CEO അനൂപ് അംബിക. കൊച്ചി മെട്രോ MD കൊച്ചി മെട്രോ MD ലോക്നാഥ് ബെഹ്റ. കൊച്ചി മെട്രോയുടെ ചെയർമാൻ ആരാണ്? അനുരാഗ് ജെയിൻ. ലാസ്റ്റ് പോയിന്റ്, കേരള വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ വി ഹരി നായർ ആണ്. വിവരാവകാശവും മനുഷ്യാവകാശ കമ്മീഷനും നിങ്ങൾ മസ്റ്റ് ആയിട്ട് പഠിക്കുക, കാരണം എന്തായാലും ഉണ്ടാവും. അതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടി പറയാം. ഓക്കെ, അപ്പൊ ഇത് ഒന്നും കൂടി നോക്കുക. കേരള വിവരാവകാശ കമ്മീഷൻ ചെയർമാനാണ് ആര്? വി ഹരിനായർ. ഓക്കെ, മസ്റ്റായിട്ട് നിങ്ങൾ പഠിക്കേണ്ട കുറച്ച് കാര്യം ഞാൻ പറഞ്ഞുതരാം, ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കാം കേട്ടോ. കേരള മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്നറിയാം. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അല്ലെ, ഗവർണർ ഗവൺമെന്റ് നമുക്ക് അരി തരുന്നൊക്കെ പറഞ്ഞു. 2 രൂപയാണ്, 22ാമത് വ്യക്തിയാണെന്ന് ഓർത്തിരിക്കണം. DGP ആണ് എന്ത് പറഞ്ഞത്? വേഷം അല്ലെ, DGP ഒക്കെ വേഷമൊക്കെ കെട്ടിയിട്ട് വരും ആൾക്കാരെ നോക്കാൻ, അല്ലെങ്കിൽ നല്ല വേഷമൊക്കെ ഇട്ടിട്ട് വരും എന്നൊക്കെ ഒന്ന് ആലോചിക്കാം. ദെൻ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ഹൈ അല്ലെ, എന്തായാലും പഠിക്കേണ്ടതാണ്, നിർബന്ധമാണ്. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെ, അപ്പൊ ഹൈ ആണ്. അപ്പൊ നമ്മൾ താഴെ കൊണ്ടുപോകാന്ന് പറയില്ലേ, താക്ക് എന്ന് പറയും, അപ്പൊ താക്ക് മുസ്താക്ക്. നെക്സ്റ്റ് ലോകായുക്ത ജസ്റ്റിസ് സിറിയാക് ജോസഫ് ആണ്. ലോകത്തോട് മൊത്തം നമ്മൾ സോറി പറയും. ഉപലോകായുക്ത ഒന്ന് ജസ്റ്റ് വായിച്ചു വിട്ടാൽ മതി. അഡ്വക്കേറ്റ് ജനറൽ ആരാണ്? അഡ്വക്കേറ്റ് കറുത്ത കോട്ടൊക്കെ ഇട്ടിട്ട് അല്ലെ, കറുത്ത കോട്ടൊക്കെ ഇട്ട് വരുന്ന പറഞ്ഞു, കറുത്ത അല്ലെ, കുറുപ്പ് ആയിട്ട് ഗോപാലകൃഷ്ണൻ കുറുപ്പ്. നിയമ സെക്രട്ടറി ആരാണ്? നിയമമൊക്കെ നമ്മൾ പഠിക്കുന്നത് AKG മുതൽ അല്ലെ, AKG അല്ല LKG അല്ലെ, LKG മുതലാണെങ്കിൽ നല്ലതാണ്, സനൽകുമാർ. ഓക്കെ, നെക്സ്റ്റ് മനുഷ്യാവകാശ കമ്മീഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, മസ്റ്റായിട്ട് നോക്കണം. മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനാണ് അലക്സാണ്ടർ തോമസ്. നമ്മൾ തോമ അല്ലെ, സൗണ്ട് തോമയ്ക്ക് മനുഷ്യനാണ്, അവകാശം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. വനിതാ കമ്മീഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണ്? വനിത ദേവിയെ പോലെയാണ്, സതീദേവിയാണ്. വനിതാ വികസന കോർപ്പറേഷൻ ചെയർമാൻ, വനിത വികസിക്കുന്നത് കുട്ടി ഉണ്ടാകുമ്പോഴാണ്, റോസക്കുട്ടി. ബാലാവകാശം ഇമ്പോർട്ടൻ്റ് ആണ്. ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ KV മനോജ്. ബാലന്മാർക്ക് മാനേജ് ചെയ്യാൻ ഭയങ്കര പാടാണെന്ന് പറഞ്ഞു. നെക്സ്റ്റ് യുവജന കമ്മീഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. യുവജന കമ്മീഷൻ അധ്യക്ഷൻ യുവജനം ആരാണ്? നമ്മുടെ ഷാജി പാപ്പനാണ്. യുവാവ് യുവജന കമ്മീഷൻ അധ്യക്ഷൻ M ഷാജർ. പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കുക. പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ജാതി മരം അല്ലെ, മാവ് മരം എന്നൊക്കെ പറഞ്ഞു, PS മാവോജി. പിന്നോക്ക വിഭാഗ കമ്മീഷൻ ചെയർമാൻ ആരാണ്? പിന്നിൽ നോക്കുമ്പോൾ നമ്മൾ ശശിയാവുന്നൊക്കെ ഒന്ന് ആലോചിക്കുക. നമ്മുടെ ഫ്രണ്ട്സൊക്കെ നമ്മളിങ്ങനെ തൊട്ടിട്ട് മാറി നിൽക്കുകയൊക്കെ ചെയ്യാറില്ല, അപ്പൊ നമ്മൾ പിന്നോട്ട് നോക്കുമ്പോൾ ആരും ഉണ്ടാവില്ല, നമ്മൾ ശശിയാവുന്നൊക്കെ ഒന്ന് ചിന്തിക്കുക. ശശിധരൻ. വിജിലൻസ് കമ്മീഷൻ ഡയറക്ടർ വിനോദ് അല്ലെ, TK വിനോദ് കുമാർ. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ചെയർമാൻ CK അബ്ദുൾ റഹീം. നെക്സ്റ്റ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ ചെയർമാൻ TK ജോസ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഓംബുഡ്സ്മാൻ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഓംബുഡ്സ്മാൻ ആരാണ്? PS ഗോപിനാഥൻ. സ്വയം ഭരണം അല്ലെ, സ്വയം ഒക്കെ ചെയ്യുന്ന ആള് നാഥനാണെന്നൊക്കെ പറഞ്ഞു. കേരള നിയമസഭയിലെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാൻ അല്ലെ, പബ്ലിക് അക്കൗണ്ട്സ് ഒക്കെ നമ്മൾ സേഫ് ആയിട്ട് നോക്കണം, സേഫ്. കേരള ബാങ്കിന്റെ പ്രസിഡന്റ് ആരാണ്? ഒരു മുറിയിലാണ് ഇരിക്കുക അല്ലെ, ഗോപി കോട്ടമുറിക്കൽ. നെക്സ്റ്റ് എന്താണ്? കേരള ബാങ്ക് CEO ആണ് ജോർട്ടി എം ചാക്കോ. ജോറായ മനുഷ്യനാണെന്ന് അറിയിക്കുക, CEO ഒക്കെ അല്ലേ. നെക്സ്റ്റ് വിഭാഗങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കുക. കേരള ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനാണ്? ചലച്ചിത്രം അല്ലെ, ചിത്രമൊക്കെ വരയ്ക്കുന്നത് ബാലനാണ്. കൃഷ്ണന്റെ ചിത്രം വരയ്ക്കുന്ന ആലോചിക്കുക. കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ ചെയർമാനോ? വികസന കോർപ്പറേഷൻ, അപ്പൊ കരുണ അല്ലെ, കരുണയൊക്കെ വികസിച്ച് വരുന്നൊക്കെ ഒന്ന് ആലോചിക്കുക. കേരള സാംസ്കാരിക പ്രവർത്തക ക്ഷേമനിധി ബോർഡ് ചെയർമാൻ. ക്ഷേമകാലത്തായിരിക്കും നമ്മൾ പാലൊക്കെ കുടിക്കുന്നത്, മധുവൊക്കെ കുടിക്കുന്നത് എന്നൊന്ന് ആലോചിക്കുക.
കേരള സാഹിത്യ അക്കാദമി ചെയർമാൻ, ഈ ഭാഗം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിക്കുക. കേരള സാഹിത്യ അക്കാദമി ചെയർമാൻ ആണ് ആര്? കെ സച്ചിദാനന്ദൻ. സാഹിത്യമൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര ആനന്ദമായിരിക്കും. കേരള ആയതുകൊണ്ട് കെ ആണ്, കെ സച്ചിദാനന്ദൻ. കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ ആണ് സംഗീത നാടകം. നാടകം കഴിഞ്ഞിട്ട് പോകുമ്പോൾ രാത്രിയാവും, അപ്പൊ നമ്മൾ മട്ടനൊക്കെ കഴിച്ചിട്ടാണ് പോവുക. മട്ടന്നൂർ ശങ്കരൻകുട്ടി. നെക്സ്റ്റ് കേരള ഫോക്കുലർ അക്കാദമി ചെയർമാൻ. ഫോക്കുലർ ഫ്രോക്കൊക്കെ ഇട്ട് ഡാൻസ് കളിക്കുന്നത് ഉണ്ണികൃഷ്ണനാണെന്ന് അറിയിക്കുക. കേരള ലളിതകലാ അക്കാദമി ചെയർമാൻ ലളിതകല, ലളിത മുരളി. അപ്പൊ ലളിതമായിട്ടുള്ള ഒരു കറി, ചീരക്കറി എന്നൊക്കെ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് സിമ്പിൾ ആയിട്ട് കിട്ടും. കേരള സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ആണ്. സ്പോർട്സ് ഒക്കെ ആകുമ്പോൾ എലിയൊക്കെ ഉണ്ടാവും അല്ലെ, ഷറഫ്, അറപ്പ് വരും, ഷറഫ് അലി. സാക്ഷരതാ മിഷൻ അതോറിറ്റി ഡയറക്ടർ ആരാണ്? സാക്ഷരതാ മിഷൻ എന്താണ്, ഓയിലൊക്കെ ഉണ്ടാവും, ഒളിയുന്നതാണെന്നൊക്കെ പറഞ്ഞല്ലേ, AG ഒലീന. കേരള റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി, റവന്യൂ അല്ലെ, ഇമ്പോർട്ടന്റ് ആണ്. റവയൊക്കെ നമ്മൾ ബസ്സിൽ നിന്നാണ് വാങ്ങാന്നൊക്കെ ഒന്ന് ആലോചിക്കുക. ബസ്സിൽ ഇങ്ങനെ വിൽക്കാൻ വരില്ലേ, അങ്ങനെയൊക്കെ പറഞ്ഞില്ല. ടിങ്കു ബിസ്വാള്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ മുഖ്യമന്ത്രി, ഇമ്പോർട്ടന്റ് ആണ്, മുഖ്യമന്ത്രി പിണറായി വിജയൻ. KSRTCയുടെ MD PS പ്രമോജ് ശങ്കർ. KSFE ചെയർമാൻ K വരദരാജൻ. കേരള സ്റ്റാർട്ടപ്പ് മിഷൻ CEO അനൂപ് അംപികയാണ്. അതൊന്ന് നോക്കി വെക്കണം. കേരള സ്റ്റാർട്ടപ്പ് മിഷൻ CEO അനൂപ് അംപിക. CEO ആണ് അനൂപ് അംപിക. 2 പേരുണ്ട് അല്ലെ, അനൂപ് അംപിക. അപ്പൊ CEO 3 അക്ഷരാണല്ലോ ഉള്ളത്, അപ്പം 2 അക്ഷരത്തിലുള്ള പേരാണെന്നും കൂടി അറിയിക്കുക, അനൂപ് അംപിക. കൊച്ചി മെട്രോയുടെ MD ലോകനാഥ് ബെഹ്റയാണ് അല്ലെ. കൊച്ചി മെട്രോ എന്ന് പറയുമ്പോൾ കൊച്ചുങ്ങളൊക്കെ ബഹളം വെക്കുന്നൊക്കെ ഒന്ന് ആലോചിക്കുക. ഓക്കെ, കൊച്ചി മെട്രോയുടെ ചെയർമാൻ ആരാണ്? ചെയർമാൻ. കൊച്ചിനെ ചെയറിലിരുത്തിയിട്ട് നമ്മൾ രാഗം ഒക്കെ കേൾപ്പിക്കും അല്ലെ, അനുരാഗ് ജെയിൻ. ലാസ്റ്റ് വൺ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കേരളത്തിലെ വിവരാവകാശ കമ്മീഷന്റെ ചെയർമാൻ, നിലവിലെ ചെയർമാൻ. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് നിലവിലെ ആൾക്കാരെയാണ്. കേരള വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? വി ഹരിനായരാണ്. വി ഹരിനായർ. ഓക്കെ, അപ്പൊ വിവരം എന്നൊക്കെ ഉള്ള രീതിയിൽ നമുക്ക് വി എടുത്തൂടെ? വി ഹരിനായറിന്റെ വിയും വിവരത്തിന്റെ വിയും എടുത്തൂടെ നമുക്ക്? അപ്പൊ വി ഹരിനായർ ആണെന്ന് ആലോചിക്കുക കേട്ടോ. അപ്പൊ വിവരം എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെയാ വിവരം വരിക? നമ്മൾ ഹരിശ്രീ ഒക്കെ കുറിക്കുന്നില്ലേ, നമ്മളെ ഒരു വയസ്സാവുമ്പോഴാണെന്ന് തോന്നുന്നു ഹരിശ്രീ ഒക്കെ എഴുതുന്നില്ല അമ്പലത്തിലൊക്കെ പോയിട്ട്. അപ്പോൾ അതൊക്കെ വിവരം വെക്കാനാണോ എന്നൊക്കെ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹരിയുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. വി ഹരിനായർ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്താണ് പറഞ്ഞത്? കേരളത്തിലെ നിലവിലെ പ്രധാന പദവികളും വ്യക്തികളുമാണ്. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. ഇനി LDC ക്ലർക്ക് പരീക്ഷയ്ക്ക് പോകുന്നവർ കൃത്യമായിട്ട് പഠിച്ചിട്ട് മാത്രം പോവാട്ടോ. എന്തായാലും ക്വസ്റ്റ്യൻ ഉണ്ടാവും, ഷുവറാണ്, 100% ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക, കമൻ്റായിട്ട് അറിയിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ പേഴ്സണലായിട്ട് എനിക്ക് മെസ്സേജ് അയക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും നന്ദി. താങ്ക് യു.